അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചോറിനൊപ്പം എന്താണെന്ന് വെച്ചാല് നമ്മളിതാ നല്ല മുളകച്ചാറാണ് ഗൈസ്. അപ്പോ നമ്മളിവിടെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരു ചെറുതായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങയുടെ അച്ചാറും പിന്നെ നല്ല ഉണ്ട മുളകില്ലേ, മുളകിന്റെ അച്ചാറാണ് കേട്ടോ. അപ്പോ നമ്മള് എന്താ പറയാ, മുമ്പൊക്കെ കല്യാണത്തിന് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മുളകച്ചാറായിരിക്കും. ഇപ്പോഴാണ് നാരങ്ങ ഈത്തപ്പഴം കൂടിയുള്ള ഈത്തപ്പഴച്ചാറൊക്കെ വന്നു തുടങ്ങിയിട്ട് കേട്ടോ. മുമ്പ് എവിടെ കല്യാണ വീട്ടിൽ പോയാലും നമുക്ക് ഈ മുളകച്ചാറായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇതാ ഇവിടെ ഇഷ്ടം പോലെ മുളകച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ വലിയപ്പാക്ക് മുളകച്ചാർ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കാരണം ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, നല്ല എരിവും രണ്ടിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിത് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ അതാ മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല മീൻ കറി ആയിരുന്നു കേട്ടോ. അപ്പൊ ചാളന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ചാറിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോയും കൂടി എടുക്കാന്ന്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മിക്കപ്പോഴും വീട്ടിലുണ്ടാക്കുന്നത് ഈ ഒരു മുളകച്ചാറായിരിക്കും കേട്ടോ. പിന്നെ ഇത് കുറെ ദിവസം സ്റ്റോർ ചെയ്തിരിക്കാൻ പറ്റും. ഈ ഒരു മുളകച്ചാറും പിന്നെ നമ്മൾ മാങ്ങച്ചാറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ ഗൈസ്, ഈ മുളക് തിന്നാൻ പറ്റുന്നവർക്ക് തിന്നാം കേട്ടോ. മുളകിന് അത്ര വലിയ എരിവൊന്നും പറയാനായിട്ടുണ്ടാവില്ല. എരിവൊക്കെ പറ്റുന്നവർക്ക് കേട്ടോ. നല്ല ടേസ്റ്റ് ആണിത്. അപ്പൊ ഇതാ ഞാൻ കഴിച്ചു കാണിച്ചു കേട്ടോ. ഇതുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഉമ്മ ഇതുണ്ടാക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നിട്ട് ഉമ്മ ഉണ്ടാക്കി തരും. ഇത് കൂട്ടിയിട്ടാണെങ്കിൽ കുറച്ചെങ്കിലും ഈ വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ള സമയത്തൊക്കെ കുറച്ചെങ്കിലും ഫുഡ് കഴിച്ചിട്ടുള്ളതൊക്കെ കൂട്ടിയിട്ടാണ്. സൂപ്പർ. ഞാൻ ഫിനിഷ് ചെയ്തിട്ടോ.